പാപ്പച്ചനെ കണ്ടില്ലേ? കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? എന്തോ അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ കണക്കുകൂട്ടൽ അല്പം തെറ്റി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ PV അൻവറിന്റെ നിർദ്ദേശം മറികടന്ന് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസിൽ പ്രാഥമിക ധാരണ. ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. തന്നോട് ഞാൻ പറഞ്ഞതല്ല അവനെ കാണാൻ പോണ്ടാന്ന്. ഇപ്പോൾ എന്തായി? പള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? ഷൗക്കത്തിന് അനുകൂല ഘടകമായത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട്. നീ കൊറേ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും കാണിച്ചു കൊടുക്കാം. എന്റെ നാക്കൊന്നും ആർക്കും പണയം വെച്ചിട്ടില്ല. വിശ്വമാകെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ അറിവോ സമ്മതമോ കൂടാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ല. പാർട്ടി എക്സിക്യൂട്ടീവ് എന്ത് തീരുമാനിച്ചു? അതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കേണ്ടെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയെന്നും വിവരം. ഇതാണ് പാർട്ടി എക്സിക്യൂട്ടീവിന്റെ തീരുമാനം. എന്നോടിത് വേണ്ടായിരുന്നു. ഇനി എന്തെല്ലാം കേൾക്കാനും അനുഭവിക്കാനും കിടക്കുന്നു. ഇതൊക്കെ കൈമൾ സാറിന്റെ അനുവാദത്തോടുകൂടി തന്നെയാണോ തീരുമാനിച്ചത്? എക്സിക്യൂട്ടീവിൽ 9 പേർ ഒരുമിച്ച് നിന്നാൽ ബാക്കി 3 പേർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തിന് പ്രസിഡന്റ് വഴങ്ങിയല്ലേ പറ്റൂ. ഇങ്ങനെയാണെങ്കിൽ ഈ പഠനത്തിൽ കഴിയുന്ന ബുദ്ധിമുട്ടാണ് സാറിന്റെ ഇഷ്ടം.